ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ഇന്ന് ജസ്റ്റ് എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാൻ പോവാണ് ഞാൻ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ്, അത് നിങ്ങൾക്ക് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ലെസൺ, ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ലെസൺ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ എടുത്തതാണ്. 7 ചക്ര ബോണ്ടാണ്. ഓക്കെ, ഇത് എന്താ പറയുക, ഒരു എനർജി ക്ലെൻസിങ് ഒക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ തോന്നി ചുമ്മാ. ഓക്കെ, നിങ്ങൾക്കുള്ള ലെസൺ എന്താണ്, നിങ്ങൾക്കുള്ള പാഠം, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിലെന്താണ് നിങ്ങൾക്ക് ലെസൺ എന്ന് നോക്കാം. ടാരോ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഐ തിങ്ക് ഞാൻ കൊടുക്കാം ഇവിടെ. ഓക്കെ, ടാരോ ക്ലാസ്സിന് മാത്രം. ഓക്കെ, റീഡിങ്സ് ഞാൻ അനൗൺസ് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊന്ന് സമയം വേണം ലേശം. ഓക്കെ, സോ നമുക്ക് നിങ്ങൾക്കുള്ള ലെസൺ, നിങ്ങളുടെ ഈ ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ലെസൺ ആണുള്ളത്, എന്താണ് നിങ്ങൾ പഠിക്കാനുള്ളത്, അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത്. കറേജ്, ഓക്കെ, ഇൻസ്പിറേഷൻ ആൻഡ് ബ്യൂട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ലവ് ആൻഡ് ഓക്കെ പ്രൊട്ടക്ഷൻ. ഓക്കെ, സെൻറ്ററായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കരിയറിൻ്റെ കാര്യത്തിൽ എന്തോ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും കരിയറിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതായിരിക്കാം. അല്ലെങ്കിൽ ലൈഫിൽ ജനറലി എന്തെങ്കിലും പല പ്രശ്നങ്ങളായിരിക്കാം. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം കുറച്ച് പേർക്ക്. സോ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ഒരു ലെസൺ, അതായത് ഇപ്പം എന്ത് തന്നെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെയുള്ള ലെസൺ എന്താണെന്ന് വെച്ചാൽ കറേജിനെ കുറിച്ച് പഠിക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം കൊണ്ടുവരാനാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് എന്ത് കാര്യവും മറികടക്കണമെങ്കിൽ, ഓക്കെ, നമ്മുടെ ഉള്ളിൽ ആ ഒരു ധൈര്യം വേണം, അല്ലേ? നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഓക്കെ, സിറ്റുവേഷൻ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ വരും, എല്ലാം എപ്പോഴും നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അവിടെ നമ്മൾ അതാണ് പഠിക്കേണ്ടത്. ആ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എപ്പോഴും. അല്ലാതെ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സിറ്റുവേഷൻസ് വരും, എന്തായാലും പ്രശ്നങ്ങൾ വരും. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് വന്നുകൊണ്ടിരിക്കും. അതങ്ങനെയാണ്. ഒരിക്കൽ വന്ന് ചിലപ്പോൾ നമ്മൾ ഒന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ വീണ്ടും വരും. സോ അങ്ങനെയാണ്. ബട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഇന്നർ ധൈര്യം, നിങ്ങളുടെ ഉള്ളിൽ ആ കറേജ് ഉണ്ട്, ധൈര്യമുണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ തിരിച്ചറിയാനാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എത്ര ധൈര്യമുണ്ട് എന്നുള്ളത്, നിങ്ങൾക്ക് എന്ത് നേരിടാൻ പറ്റും, എത്രത്തോളം നേരിടാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും നിങ്ങൾ പല സിറ്റുവേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പലതും അനുഭവിച്ച് കാണും. ഓക്കെ, നമ്മൾ പലപ്പോഴും വീഴുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടാവും, പലപ്പോഴും നമ്മൾ വീണ് പോയിട്ടുണ്ടാവും. എന്നിട്ടും നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നമ്മൾ വീണ്ടും ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലേ? സോ ഇവിടെ പറയുന്നത് ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, അതിനെ തിരിച്ചറിയൂ എന്നാണ് പറയുന്നത്. പേടിക്കാതിരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ആ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനാണ്. അതുപോലെ ഇൻസ്പിറേഷൻ പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത്, അതായത് ഒരു കാര്യം വരുമ്പോൾ, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇൻസ്പിറേഷൻ കിട്ടണം നമുക്ക്, അല്ലേ? നമുക്ക് ഓക്കെ, ഈ സിറ്റുവേഷനെ ഇന്ന രീതിക്ക് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യം നമ്മൾ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഐഡിയാസ് വരിക, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇൻസ്പിറേഷൻ. അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ ഒന്നും വേണ്ട, ജീവിക്കാൻ തന്നെ ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, അതായത് ജീവിക്കാൻ എന്തെങ്കിലും ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഇൻസ്പിറേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളെ നമ്മൾ പറയില്ലേ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇതിൽ നിന്ന് പുറത്ത് വരാൻ നമ്മൾ വഴികൾ ആലോചിക്കും, അല്ലേ? എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് വരിക, അതാണ് ഇൻസ്പിറേഷൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, ആ രീതിക്ക് നിങ്ങളെ ശരിക്കും ഒരു പോരാത്ത, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആക്റ്റീവ് ആവുകയാണ്, കുറച്ചുകൂടി നിങ്ങളെ തന്നെ ബെറ്റർ ആക്കുന്ന പോലെ ആയിരിക്കും. ഞാൻ ഇന്ന കാര്യം മാറ്റട്ടെ, ഇന്ന കാര്യം ചെയ്യട്ടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. സോ അതൊരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ്. അല്ലെങ്കിൽ എന്താവും, നമ്മളിപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾ എങ്ങനെ അതൊരു ശരി, എല്ലാം നടക്കുന്നുണ്ട്, സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ വേറെ എന്താ ഉള്ളത്, അല്ലേ? ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ പറയും എന്തിനാ പ്രശ്നങ്ങൾ, എനിക്കറിയാം. ഓക്കെ, എനിവേ ബ്യൂട്ടി കാണുന്നുണ്ട് ഇവിടെ. നിങ്ങളോട് വേറൊരു കാര്യം കൂടി കുറച്ച് പേർക്ക് പറയുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കെയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഭംഗി എന്നുള്ള രീതിക്ക് എടുക്കേണ്ട. ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമ്മൾ വെറും ഒരു കാണുന്ന ഭംഗി മാത്രമല്ല,
മനസ്സിൻ്റെ ആവാം, നമ്മൾ ഹെൽത്തിൻ്റെ ആവാം, എല്ലാം ആവാം അല്ലേ. സോ നിങ്ങളോട് അതിനെയൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അതും ഒരു പാഠമുണ്ട്. നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ എന്ന് പറയുന്ന പോലെയാണ്. സെൽഫ് ലവ് ചെയ്യൂ. ഓക്കെ, അവനവനെ നിങ്ങൾ മനസ്സിലാക്കൂ, അവനവനെ കെയർ ചെയ്യൂ എന്ന് പറയുന്ന ഒരു എനർജി കൂടിയാണ്. സോ ബ്യൂട്ടി എന്നുള്ള കാർഡ് അതാണ് നമുക്ക് പറയുന്നത്. സോ നിങ്ങളോട് നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ കൂടി ഒരു പല അവസരങ്ങൾ, പല സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങളെ തന്നെ കെയർ ചെയ്യാൻ മറക്കരുത് എന്നൊരു ലെസൺ കൂടിയുണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് ലവ് എന്ന് കാണുന്നുണ്ട്. സോ യെസ്, ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈവൻ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സെൽഫ് ലവിലേക്ക് വരാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ സ്നേഹിക്കൂ ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സെൽഫ് ലവിൽ വരൂ എന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ മാനിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, മറ്റുള്ളവർ കൂടി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. പക്ഷേ ആദ്യം എപ്പോഴും നമ്മൾ അവനവനെ സ്നേഹിക്കണമെന്നാണ്, സെൽഫ് ലവിലേക്ക് വരാനാണ് പറയുന്നത്. അതൊരു ലെസനാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വരും എന്നുള്ളതുണ്ട്. അതിപ്പോൾ അതിനാദ്യം പക്ഷേ എപ്പോഴും തുടക്കം നിങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കണം. നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കണം എന്നാണ്. അതിൻ്റെ ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി, യൂണിവേഴ്സിൽ ഒരു ട്രസ്റ്റ് വെക്കാൻ കൂടിയാണ്. ഇത് ഈ പല സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ്. ദറ്റ് യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കൂടിയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നിട്ട് അതിങ്ങനെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രശ്നം വന്നു, എനിക്ക് അങ്ങനെ തട്ടി, എനിക്ക് ഇങ്ങനെ തട്ടി എന്നൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ ആ കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ പറയാം. പക്ഷെ മേ ബി ചിലത് അതിനേക്കാൾ വലുതെന്തെങ്കിലും വരുന്നത് അത് തടഞ്ഞിട്ടുണ്ടാവും യൂണിവേഴ്സ് അവിടെ. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയില്ല. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിശ്വാസം യൂണിവേഴ്സിൽ വെക്കാൻ കൂടിയാണ് ഇതിവിടെ നിങ്ങൾക്കൊരു ലെസൺ അതുകൂടിയാണ്. ട്രസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ് എന്നുകൂടി പറയുന്നുണ്ട്. സോ ആദ്യം അവനവനിൽ ട്രസ്റ്റ്, അവനവനിൽ ഒരു വിശ്വാസം, അവനവൻ്റെ ധൈര്യം. ഓക്കെ, എന്ന് മാത്രമല്ല അവനവനെ കെയർ ചെയ്യുക, സെൽഫ് ലവിലേക്ക് വരിക, എല്ലാം നിങ്ങൾക്ക് ലെസൺസ് ആണ് ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം. വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാനല്ല. ഓക്കെ, ആ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, ദൈവമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും മെസ്സേജസ് നമുക്ക് ലെസൺസ് ആയിട്ട് തന്നെ. ദി അൺനോൺ, അൺസർട്ടനിറ്റി ഇസ് ദി ഓൺലി സർട്ടനിറ്റി ഇസ് ദർ. സറണ്ടർ, ക്യൂരിയോസിറ്റി. നിങ്ങളോട് പറയുന്ന അതാണ്. ദാറ്റ് ഇവിടെ നമുക്ക് മുന്നോട്ട് എന്താണ് എന്നുള്ള പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന കാര്യം വരാമെന്നുള്ളത്. പക്ഷേ അത് മാറുകയും ചെയ്യാം അല്ലേ. സോ ഇവിടെ നമ്മൾ പറയില്ലേ, മാറ്റം മാത്രമാണ് എന്തോ പറയല്ലോ, ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. അതായത് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം. ഓക്കെ, സോ അത് മാത്രമാണ് സത്യം. ഓക്കെ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് മുന്നോട്ട് എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് പലതും പറയാൻ തന്നെ സാധിക്കില്ല. സോ അതുകൊണ്ട് അതിനെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് എന്ത് വരും എന്താവും എന്നുള്ളത് ആലോചിച്ചിട്ട് നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. സോ ഇവിടെ നിങ്ങൾ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്, യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യാൻ. അഗൈൻ ഐ തിങ്ക് അത് ഞാൻ വീണ്ടും പറഞ്ഞു ഒരിക്കൽ കൂടി. ലൈറ്റ് ദ ഡാർക്ക്നെസ് കനോട്ട് ഡിസ്പെൽ ഡാർക്ക്നെസ്, ഓൺലി ലൈറ്റ് ക്യാൻ. ലവ്, ക്ലാരിറ്റി, അവയർനെസ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നമ്മൾ പറയില്ലേ, ഡാർക്ക്, ഇരുട്ടിനെ ജയിക്കാൻ ഇരുട്ട് തന്നെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ടെൻഷനായിട്ട് അല്ലെങ്കിൽ ടെൻഷൻ ആവുക, സ്ട്രെസ് ആവുക, പേടികൾ വരിക എന്ന് ചെയ്താൽ എന്താവും? അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ നിങ്ങൾ കൂടുതൽ വിഷമവും ടെൻഷനും സങ്കടവും അനുഭവിക്കുകയുള്ളൂ അല്ലേ. ബട്ട് അവിടെ വേണ്ടത് എന്താണ്? അവിടെ വേണ്ടത് ഒരു ഇൻസ്പിറേഷൻ്റെ വെളിച്ചമാണ്. അവിടെ വരേണ്ടത് ഒരു ധൈര്യത്തിൻ്റെ വെളിച്ചമാണ്. ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ധൈര്യം കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വെളിച്ചം കൊണ്ടുവരാനാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അവിടെ വെളിച്ചം കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. അല്ലാതെ അതൊക്കെയാണ് നിങ്ങൾക്കുള്ള പാഠങ്ങൾ. ഓക്കെ, അവിടെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയല്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണ് പഠിക്കുന്നത്. ഡിഫെൻസീവ്, അൺസീൻ റെസിസ്റ്റൻസ് ടു അൺറിസോൾവ്ഡ് ഇഷ്യൂസ്, എക്സ്പ്ലോർ വിത്ത് ക്യൂരിയോസിറ്റി. ഓക്കെ, സോ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ഡിഫെൻസീവായിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കാം. കാര്യങ്ങൾ നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാതെ അതിനെ ഡീൽ ചെയ്യാതെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് കാര്യമില്ല, മാറ്റിയോ മറിച്ചോ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, പ്രശ്നം ഉണ്ട്, ഇന്ന കാര്യമാണ് പ്രോബ്ലം. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താ, അല്ലെങ്കിൽ ഇതിന് എന്താണ്, ഇവിടുത്തെ സത്യാവസ്ഥ എന്താണ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എക്സ്പ്ലോർ ചെയ്യാനാണ് പറയുന്നത്. അത് മനസ്സിലാക്കുക, ഒരു ക്യൂരിയോസിറ്റിയോടെ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് ഈ സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ അവനവനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ബാറ്റിൽ വിത്തിൻ, ദ ഗ്രേറ്റസ്റ്റ് വാർ യു വേജ് ഈസ് അഗേൻസ്റ്റ് യുവർ സെൽഫ്. ഇന്നർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ്. ഏറ്റവും അധികം നമ്മൾ പറയില്ലേ, പുറമേ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ബോദർ ചെയ്യുന്ന എപ്പോഴും. ഓക്കെ, പുറമേ ഉള്ള സിറ്റുവേഷൻസ്, പ്രശ്നങ്ങളെല്ലാം നമ്മളെ ബോദർ ചെയ്യുക. അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നിങ്ങളുടെ ഇന്നർ ധൈര്യം, അതാണ് നമുക്കിവിടെ ജയിക്കേണ്ടത്. നിങ്ങളുടെ അവനവനെയാണ് നമ്മൾ ജയിക്കേണ്ടത് എന്ന് പറയും അല്ലേ. ആൻഡ് ഇവിടെ ഓക്കെ, ഞാൻ ജേർണി ഇൻവേർഡ് കണ്ടോ. ദ പാത്ത് ടു എൻലൈറ്റ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്തിൻ യു. നമ്മളെപ്പോഴും പുറമേ നോക്കിയിട്ട് കാര്യമില്ല. പുറത്ത് ഇന്ന പ്രശ്നമാണ്. സോറി, എൻ്റെ കണ്ണെന്തോ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട്.
ഞാനത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പുറമേ നോക്കിയിട്ട് ഓക്കെ ആ സിറ്റുവേഷനാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പുറമേ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മറ്റേ ആൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അവരെന്നെ വേദനിപ്പിച്ചു, മറ്റേവരിങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആ ജോലിയിൽ എന്നെ ഇതാക്കിയില്ല, വട്ട് എവർ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളിലേക്ക് തിരിയുക, അവനവനിലേക്ക് തിരിയുക. ഓക്കെ, നിങ്ങൾ അവനവനോട് ചോദിക്കും, ഇവിടെ ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ, അതായത് നമ്മൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതിനെ ശരിയാക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഞാൻ അവിടെ റിയാക്ട് ചെയ്യണോ, ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് ഞാൻ എന്തെങ്കിലും പറയണോ, ഞാൻ ആക്ഷൻ എടുക്കണോ, അതോ എൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനുണ്ടോ, ഞാൻ ബെറ്റർ ആവാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, അതാണ് ഇവിടെ വേണ്ടത്. ബാറ്റിൽ വിത്തിൻ ആൻഡ് ജേർണി ഇൻവേർഡ് രണ്ടും പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരാനാണ്. നമ്മളെപ്പോഴും നമ്മുടെ എനർജി മുഴുവൻ നമ്മൾ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അതിന് പകരം നിങ്ങൾ ഉള്ളിലേക്ക് തിരിയാം. ഓക്കെ, അവനവനിലേക്ക് നോക്കി തുടങ്ങാം. അവനവനിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധർ ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ടാവില്ല. അതുകൂടി ഞാൻ പറയാമല്ലോ. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ഈ ഓവർ സ്ട്രെസ്സൊക്കെ എടുക്കില്ലേ, ചിലപ്പോൾ അത് നിങ്ങളെ ബോധർ ചെയ്യേണ്ട കാര്യമേ ആയിരിക്കില്ല, വിട്ടുകളയേണ്ടതായിരിക്കും. എന്നിട്ട് അവർ ആരോ എന്തോ പറഞ്ഞോട്ടെ, എന്തോ ചെയ്തോട്ടെ, എനിക്കറിയണ്ട എന്ന് പറയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ അവിടെ പോലും നിങ്ങളെന്താ, അവരിങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് നിങ്ങൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. ബട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് ഒതുങ്ങാം. ഓക്കെ, നിങ്ങളിലേക്ക് തിരിയാം. ആദ്യം എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ സെൽഫ്, ഫ്രം അവർ സെൽഫ്. നമ്മളുടെ ഉള്ളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്നാണ് പറയാം. സോ അത് ചെയ്യാൻ തുടങ്ങൂ. നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങളുടെ ഉള്ളിലെ ധൈര്യം, നിങ്ങളുടെ ഉള്ളിലെ കറേജ്, നിങ്ങളുടെ ഉള്ളിലെ എല്ലാം, നിങ്ങളുടെ നല്ല കാര്യങ്ങളെല്ലാം നല്ലതിനെ ഡെവലപ്പ് ചെയ്യുക. എന്തെങ്കിലും മോശമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും അല്ലേ. സോ എല്ലാവർക്കും ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഇവിടെ ഇതാണ് നിങ്ങൾക്കുള്ള ലെസൺസ്. നിങ്ങൾ എന്ത് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് യൂണിവേഴ്സ് അതിൻ്റെ കൂടെ. ഓക്കെ, അത് പഠിച്ചാൽ എത്രയും വേഗം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പുറത്ത് വരാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.